ഹലോ മാഡം, உங்களுக்கு പുരിയാത് പ്രദീപ് രംഗനാഥൻ യാരെന്ന് തമിഴ് സിനിമാ നടനും സംവിധായകനുമായ പ്രദീപ് രംഗനാഥന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുകയാണ്, സാറിനെ കാണാൻ ഒരു ഹീറോ മെറ്റീരിയൽ ഇല്ല, പിന്നെ എന്താണ് നിങ്ങളുടെ ഈ സക്സസിന്റെ രഹസ്യം? അപ്പോൾ തന്നെ അടുത്തിരുന്ന നടൻ ശരത്കുമാർ മൈക്ക് വാങ്ങിയിട്ട് പറയാണ്, ആരോ ആയിക്കോട്ടെ ഒരാളെ നോക്കിയിട്ട് ഹീറോ മെറ്റീരിയൽ അല്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ലെന്ന്. ചെന്നൈയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച പ്രദീപ് രംഗനാഥൻ ആസ് യൂഷ്വൽ എല്ലാവരെയും പോലെ ഒരു സിനിമ മോഹി. അദ്ദേഹം പഠനം കഴിഞ്ഞതിന് ശേഷം വാട്സപ്പ് വന്ന കാലത്ത് ഇറക്കിയ ഷോർട്ട് ഫിലിമാണ് വാട്സപ്പ് കാതലി. ആ ഷോർട്ട് ഫിലിം ഭയങ്കര വൈറലായതിനു ശേഷം അദ്ദേഹം ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വപ്നമായ തിരക്കഥയിലോട്ട് പോയി ഒരു കഥ എഴുതി നടൻ ജയൻ രവിയെ കാണിച്ചു. ജയൻ രവിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കോമാളി എന്ന സിനിമ ഉണ്ടാകുന്നത്. റിലീസായതിന്റെ അന്ന് രാവിലെ തിയേറ്ററിന്റെ നടയിൽ ചെന്നിട്ട് ഓരോ ആളുകളോടും വ്യക്തിപരമായിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് ഈ സിനിമയുടെ ഡയറക്ടർ ഞാനാണെന്ന് പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം. ആ വർഷത്തെ സൈമയുടെ മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡും തൂപ്പിയിട്ടാണ് പ്രദീപ് രംഗനാഥൻ കളത്തിൽ കാലെടുത്ത് വെക്കുന്നത്. നിറത്തിന്റെ പേരിലും ശരീരത്തിന്റെ പേരിലും ഒരുപാട് കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയവനാണ് അവൻ. എന്നിട്ടും ഇതൊക്കെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് വിജയത്തിന്റെ കൊടുമുടിയിൽ ഇന്ന് നിൽക്കുകയാണ് പ്രദീപ് രംഗനാഥൻ. തന്റെ സ്വന്തം ചിത്രമായ ലവ് ടുഡേയിൽ ഞാൻ നായകനായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ ആദ്യം നഖശിഖാന്തം അതിനെ എതിർത്തു. കാര്യം ഒരു ഹീറോ വാല്യൂ ഇല്ലാത്ത നിന്നെ വെച്ച് നടനാക്കിയിട്ട് ഞാൻ എന്തെടുക്കാനാണെന്ന് പറഞ്ഞു. പിന്നീട് നടന്നത് ചരിത്രം. ലവ് ടുഡേ ഇൻഡസ്ട്രിയിലെ തന്നെ ട്രെൻഡ് സെക്ടർ മൂവിയായിട്ട് മാറി. അപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കാതെയും പറയാതെയും അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണ് മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ വെറുതെ ആളാവാൻ വേണ്ടി എന്തും വിളിച്ചു പറയരുത്.